ഹലോ, ഒന്ന് പുറത്ത് പോകും കേട്ടോ. നമുക്ക് വേറൊരു കാര്യത്തിനായിട്ട് പുറത്ത് പോകേണ്ടി വന്നു. ഒറ്റപ്പാലത്തൊന്ന് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എനിക്കൊരു വർക്ക് വന്നിട്ടുണ്ട് ഈ അടുത്തായിട്ട്. അപ്പോൾ അതിനധികം ദിവസങ്ങളില്ല. അപ്പോൾ എൻ്റെ അടുത്തുള്ള ലെൻസ് തീർന്നേക്കുവാണ്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ എന്തായാലും ഒറ്റപ്പാലം പോകുന്നുണ്ടല്ലോ, ഒറ്റപ്പാലത്തെ ഡബിൾ സ്റ്റാർ പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. ഫാൻസി കോസ്മെറ്റിക്സും ഗ്യാരണ്ടി ഐറ്റംസും ഹാൻഡ് ബാഗ്സും അങ്ങനെ എല്ലാം ഉള്ളൊരു ഷോപ്പാട്ടോ. ഞാൻ ഈ അടുത്താണ് ഇതിനെപ്പറ്റി കേട്ടറിഞ്ഞത്. അപ്പം ഞാൻ ഒരിക്കൽ പോയി നോക്കി. അപ്പം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നാലും ഈ വക സാധനങ്ങളൊന്നും എനിക്കന്ന് വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്ന് അതിന് വേണ്ടി ഇറങ്ങി. എന്തായാലും ഒറ്റപ്പാലത്ത് വന്നല്ലോ, അപ്പോൾ ഇതിലും കൂടെ പോയിട്ട് വരാം. നല്ല ചൂടാട്ടോ, നല്ല വെയിലും ചൂടും ഒക്കെയാണ്, സഹിക്കില്ല. എന്നാലും നമുക്ക് എന്തായാലും പുറത്തിറങ്ങാതെ നിവർത്തിയില്ല. അപ്പം ഡബിൾ സ്റ്റാറിൽ കയറുവാണ് കേട്ടോ. നമ്മുടെ ഗാന്ധി സ്റ്റാച്ചു, ഒറ്റപ്പാലം ഗാന്ധി സ്റ്റാച്ചുവിൻ്റെ തൊട്ട് ബാക്കിലാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. അപ്പം കയറി പോകുമ്പോൾ തന്നെ നല്ല 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 മാലയുടെയും കൊലുസിൻ്റെയും ഒക്കെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം കൊലുസിലാണ് പോയി കണ്ണുടക്കിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തുമാത്രം വെറൈറ്റി ആണെന്നറിയോ. അപ്പം ഞാനതിലൊന്ന് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണേട്ട അത് സെലക്ട് ചെയ്തോ, ഞാൻ വാങ്ങി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇന്ന് വേണ്ട, പിന്നീട് വാങ്ങി തന്നാൽ മതി പറഞ്ഞിട്ട് വന്നു. എനിക്ക് ആവശ്യമുള്ള അത്യാവശ്യം കാര്യങ്ങൾ മാത്രം ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ വരാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം നമ്മുടെ ഡാസ്ലർ ട്രെൻഡിങ് ആണല്ലോ, അപ്പം അതിൻ്റെ എല്ലാ ഷെയ്ഡും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ ഭാഗത്തോട്ട് പോയില്ല കേട്ടോ. ഞാൻ പോയാൽ എന്തായാലും തപ്പി അത് എന്തെങ്കിലുമൊക്കെ എടുക്കും. അതുകൊണ്ട് പിന്നെ പോയില്ല. ലെൻസ് എടുത്തു. ആ ചേച്ചിയോട് ഞാൻ ഏകമുദ്ര ദുമുദ്രയൊക്കെ കാണിച്ചിട്ടാണ് ലെൻസ് എടുത്ത്. നല്ല കസ്റ്റമർ സർവീസ് ആട്ടോ. അവരെ എത്ര വേണമെങ്കിലും എല്ലാം എടുത്തിട്ട് കാണിച്ചു തരും. അതുകൊണ്ട് നമുക്ക് വേണ്ടാന്ന് തോന്നിപ്പോയാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടാണ് വരിക. അത്രയും നല്ല സ്റ്റാഫുകളാട്ടോ അവിടെ. പിന്നെ ഞങ്ങളിതാ നട്ടുച്ചയായി. അതുകൊണ്ട് വേഗം വീട്ടിലെത്തിയാൽ മതി എന്ന് വിചാരിച്ച് വേഗം വീട്ടിലോട്ട് പോകാം കേട്ടോ. വീട്ടിലെത്തി ഡ്രസ്സൊക്കെ അഴിച്ച് കിടത്തിയപ്പോൾ ചെറിയ ആൾ ഹാപ്പി.